പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 7-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 22-ാം വാക്യം. ഐസയാ ചാപ്റ്റർ 45 വേഴ്സ് 22 നാം ഇപ്രകാരം വായിക്കുന്നു: സകല ഭൂസീമവാസികളുമായുള്ളവരെ, എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. ഇസ്രയേലിന്റെ ഏക സത്യ ദൈവമായ യഹോവ ആമോസിന്റെ മകനായ യെശയ്യാവിൽ കൂടെ ഇസ്രയേൽ ജനത്തോട് പറയുന്ന വാക്കുകളാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. യെശയ്യാവ് 45:18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ യഹോവ ഇങ്ങനെ അരുളി ചെയ്യുന്നു: ആകാശത്തെ ദൈവം സൃഷ്ടിച്ചു, ഭൂമിയെ ദൈവം പാർപ്പിനായി സൃഷ്ടിച്ചു. ഞാൻ ഏകനായ ദൈവമാണ്. മരത്തെയും മറ്റുള്ള വിഗ്രഹങ്ങളെയും ആരാധിക്കുന്ന നിങ്ങൾ എന്നിലേക്ക് തിരിയണം. ഇവയെല്ലാം സൃഷ്ടിച്ച് ജനത്തിന് പാർക്കുവാൻ വേണ്ടതെല്ലാം നൽകിയ ജീവനുള്ള ദൈവമായ എന്നിലേക്ക് മടങ്ങണം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 22-ാം വാക്യത്തിൽ പറയുന്നു: സകല ഭൂസീമവാസികളുമായുള്ളവരെ, എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാൻ മാത്രമേ ദൈവമായുള്ളൂ. അല്ലാതെ ഈ ലോകത്തിൽ കാണുന്ന സകലതും, വചനം പറയുന്നു, അന്യദൈവങ്ങളാണ്, വിഗ്രഹാർപ്പിതമാണ്. ഏക സത്യ ദൈവമായ സർവശക്തനായ ദൈവത്തെ അല്ലാതെ, അവന്റെ പുത്രനായ യേശുവിനെ അല്ലാതെ വേറെ എന്തിനെയോ ആരെയോ ഏതിനെയോ ആരാധിക്കുന്നുവോ, വന്ദിക്കുന്നുവോ, വണങ്ങുന്നുവോ, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നുവോ, അങ്ങനെയുള്ളവരോട് യെശയ്യാവ് ഇന്ന് ഈ വിശുദ്ധ ദിനം രാവിലെ പറയുകയാണ്: സകല ഭൂസീമവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് തിരുവീൻ. എന്തിനാണ്? രക്ഷപ്പെടേണ്ടതിന്. പ്രിയമുള്ളവരെ, ഇന്നെല്ലാവരും എന്തിനാണ് വിശുദ്ധ സ്ഥലങ്ങളും തീർത്ഥാടനങ്ങളും ദൈവങ്ങളെയും ദേവന്മാരെയും തേടി ഓടുന്നത്? രക്ഷപ്പെടാൻ, ജോലി കിട്ടാൻ, വിസ ശരിയാകാൻ, ജയിക്കാൻ, വസ്തു മേടിക്കാൻ, വീട് വെക്കാൻ, കുഞ്ഞുങ്ങളുടെ രോഗം മാറാൻ, മറ്റ് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ, ചുറ്റുപാടും ആർക്കും കുടുംബത്തിൽ എന്ത് സംഭവിച്ചോട്ടെ എനിക്കൊന്നും വരരുത്, അതിനുവേണ്ടി പരസ്യമായും രഹസ്യമായും ഓടുകയാണ്. ആരുടെയിലൊക്കെ നേർച്ചകള് എവിടെയൊക്കെ കൊടുത്തുവിടാമോ അവിടെയെല്ലാം പോകും. പക്ഷേ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം 5 മണിക്കൂറിലധികം മൊബൈലിൽ വിവിധ സോഷ്യൽ മീഡിയകളിലായി ചെലവഴിക്കും. ഒറ്റയിരിപ്പിന് 3 മണിക്കൂർ കൊണ്ട് സിനിമ കാണും. വേറെ എന്തെല്ലാം മണിക്കൂറുകൾ ഫോണിൽ കൂടെ സംസാരിച്ച് ചെലവിടും. ഒരു ദിവസം ഒരു 5 അധ്യായം വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച്
അരമണിക്കൂർ മുഴങ്കാലമടക്കി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റത്തില്ല. പകരം പലയിടങ്ങളിൽ നമ്മൾ ദൈവങ്ങളെ സ്പോൺസർ ചെയ്ത് അവിടെ നേർച്ചകാഴ്ചകൾ സമർപ്പിച്ച് ഏൽപ്പിച്ചിരിക്കുക. എന്റെ പണി കഴിഞ്ഞു, എന്റെ ജോലി കഴിഞ്ഞു. അങ്ങനെയുള്ളവരോട് ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി അല്ല, ജീവനുള്ള സർവശക്തനായ ദൈവം ഈ വിശുദ്ധ ദിനം രാവിലെ പറയുന്നു, പ്രിയ അന്ധവിശ്വാസിയായ, വിശ്വാസി എന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനിയെ, നീ രക്ഷപ്പെടണമെങ്കിൽ എന്നിലേക്ക് മടങ്ങി വരണം. ഞാൻ ഒരാളെ ദൈവമുള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എന്നോട് പിണങ്ങിയാലും ഇണങ്ങിയാലും നിങ്ങൾ ഇന്ന് കഴിയുമെങ്കിൽ യെശയ്യാ പ്രവചനം 45-ാം അധ്യായം നിശ്ചയമായി വായിക്കണം. പ്രത്യേകിച്ച് 18 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. എന്നിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ അതിലുണ്ടോ എന്ന് ഒന്ന് ശോധന ചെയ്യണം. അതുകൊണ്ട് വേദനയിൽ, നിരാശയിൽ, സങ്കടത്തിൽ, വിഷമത്തിൽ എങ്ങനെ ഈ കാര്യം നടക്കും, എങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരും, എന്റെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും എന്ന് ആധിപൂണ്ട് വ്യാകുലതയോടോടി നടക്കുന്ന, വിഷമ വൃത്തത്തിലായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ദൈവ പൈതലേ, പ്രിയ സഹോദര സഹോദരി, ഒരു പോംവഴിയുമില്ല കേട്ടോ. നിങ്ങൾ ഇടുന്ന പൈസയും ചെയ്യുന്ന പ്രവൃത്തികളും വട്ടപൂജ്യമാ. ഇത് പറയുന്ന വിശുദ്ധ വേദപുസ്തകമാ. ഇത്രത്തോളം വിദ്യാഭ്യാസവും വിവരവും പരിജ്ഞാനവും ബോധവും ഒക്കെ കിട്ടിയിട്ടും ഇന്നും മനുഷ്യൻ അന്ധതയിലാണ്. നമുക്ക് വിശ്വാസത്തെക്കാളേറെ അന്ധവിശ്വാസങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങനെയുള്ള നമ്മോട് ദൈവവചനം പറയുകയാണ്, നാമധേയ ക്രിസ്ത്യാനിയായി അന്യ ആരാധനയിൽ മുഴുകി നടക്കുന്ന പ്രിയ സുഹൃത്തെ, സഹോദര സഹോദരി, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്. ഇനി അതേ വഴിയുള്ളൂ. ഇത്രയും നാള് പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി? പിശാച് ചിലതൊക്കെ തന്ന് ഇടയ്ക്കിടയ്ക്ക് വിട്ട് ചില കാര്യങ്ങൾ സാധിപ്പിച്ച് അവന്റെ വൃത്തത്തിൽ നിന്ന് പുറത്ത് കളയാതെ നിങ്ങളെ ഇങ്ങനെ പിടിച്ചു കെട്ടിയിരിക്കുക. നിങ്ങൾ ഈ പിശാചിന്റെ പിടിയിൽ നിന്നും പരിപൂർണമായി പുറത്തു വരാത്തിടത്തോളം കാലം ഒരു പൂർണ്ണ വിടുതൽ, യഥാർത്ഥ സത്യം നിങ്ങൾ തിരിച്ചറിയുകയില്ല. കാരണം വചനം പറയുന്നു, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. വചനം തുടർന്ന് പറയുന്നു, കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ, ബന്ധനങ്ങളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശുവിൽ കൂടെ എന്നെ കേൾക്കുന്ന ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ എല്ലാം മടങ്ങും. എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുന്ന നാൾ വരും. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവെന്ന ഏകനാമം, എല്ലാറ്റിനും മേലായ ശ്രേഷ്ഠമേറിയ നാമം. ആ നാമത്തിൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, വിമോചനമുണ്ട്, പാപമോചനമുണ്ട്. ശാപം മാറും, വ്യാധി മാറും, സങ്കടം മാറും. അങ്ങനെ ജീവജലത്തിന്റെ ഓരോ ശ്രോതാക്കളും യേശുവിനാൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ജീവന്റെ വചനത്താൽ വിടുവിക്കപ്പെടട്ടെ. അന്ധതയിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, അന്ധവിശ്വാസത്തിൽ നിന്നും പുറത്തു വരിക. യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിൽ ആശ്രയിച്ച് ഈ വിശുദ്ധ ദിനം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. അതിന് കർത്താവ് നമ്മെ ഒരുക്കട്ടെ. അങ്ങനെ നമ്മിൽ കൂടെ അനേകർ സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ
തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് വിടുതൽ പ്രാപിച്ച് നിത്യജീവന്റെ ഉടമകളായി തീരട്ടെ. താൽക്കാലിക കാര്യസാധ്യത്തിനായി എവിടെയെങ്കിലും ഓടി നടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 10 പ്രാവശ്യം അടുപ്പിച്ചു വായിച്ചിട്ട് സ്വയം ശോധന ചെയ്യണം. കർത്താവിലേക്ക് മടങ്ങി വരണം. എന്നെയും നിങ്ങളെയും മടങ്ങി വന്നാൽ സ്വീകരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ, കുടുംബങ്ങളെ മാനിക്കട്ടെ. വിദൂരങ്ങളിലും ചാരത്തും ദൂരത്തുമായിരിക്കുന്ന നമ്മുടെ തലമുറകളെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് നന്മയോടെ നടത്തട്ടെ. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സമാധാനത്തിന്റെയും ആരാധനയുടെയും വിടുതലിന്റെയും ദിനമായി അനുഗ്രഹത്തോടെ കാത്തു പരിപാലിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, 2024 7-ാം മാസത്തിന്റെ ആദ്യത്തെ വിശുദ്ധ ദിനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങേ ആരാധിച്ച് ബലപ്പെട്ട് അങ്ങയിൽ നിന്ന് പുത്തൻ കൃപകൾ പ്രാപിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഇന്നേ ദിനം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. താൽക്കാലിക കാര്യസാധ്യത്തിനായി എവിടെയും മുട്ടുമടക്കുന്നവരായി തീരാതെ, എന്തും ചെയ്യുന്നവരായി തീരാതെ, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അയച്ച പുത്രനാം ദൈവത്തെയും പരിശുദ്ധാത്മാവൻ ദൈവത്തെയും അനുസരിച്ച് കീഴ്പ്പെട്ട് വിശ്വസിച്ച് അങ്ങയിൽ കൂടെ പരിപൂർണ വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. ഇന്ന് വചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് കുറവുകളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരവിന് തയ്യാറായ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവർ കടന്നുപോകുന്ന വിഷയങ്ങൾ, തകർച്ചകൾ, ഭാരങ്ങൾ, പരാജയങ്ങൾ, പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും കർത്താവ് അവർക്ക് ശാശ്വത പരിഹാരം നൽകണമേ. അങ്ങനെ ഇന്നത്തെ ദിനം അനുഗ്രഹത്തോടെ ആയിരിക്കാൻ, സമാധാനത്തോടും വിടുതലോടും കൂടെ ആയിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, കർത്താവിലേക്ക് മടങ്ങി വരുവാൻ ഓരോ ദിനവും വചനത്തിൽ കൂടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. താൽക്കാലിക ലാഭത്തിനും കാര്യസാധ്യത്തിനും എവിടെയും മുഴങ്കാലും അടക്കുന്നവരായിട്ടല്ല, എന്തും ചെയ്യുന്നവരായിട്ടല്ല, എബ്രായ ബാലന്മാരെ പോലെ, ദാനിയേലിനെ പോലെ വിളിച്ച ദൈവം വിശ്വസ്തനെന്നെണ്ണിക്കൊണ്ട് കർത്താവിന് വേണ്ടി അന്ത്യശ്വാസം വരെ നിലകൊള്ളുവാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും കർത്താവ് ഇടയാക്കട്ടെ. അങ്ങനെ പരിപൂർണ വിടുതലും അനുഗ്രഹവും പ്രാപിച്ച് നിത്യതയുടെ തുറമുഖത്തെത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ വിശുദ്ധ ദിനം നമുക്ക് ഏവർക്കും വിടുതലിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമാവട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.